ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും ആത്മനമസ്കാരം. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കൃഷ്ണാവതാര ധർമ്മം പൂർത്തിയാക്കി സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്തയുടൻ കലിയുഗമാഗതമായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കലിയുഗത്തിൽ ഭഗവാന്റെ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ തന്നെയാണ് ഭാഗവത രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ ആവിർഭവിച്ച ഭാഗവത പുരാണത്തിന് സൂര്യസമാനമായ അത്യുജ്വലമായ തേജസ്സുണ്ട് എന്ന് നമുക്ക് ഭാഗവത മാഹാത്മ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഭാഗവതമാകുന്ന പഴുത്ത പഴം ശ്രീ ശുകബ്രഹ്മർഷി ആദ്യം സ്വന്തം പിതാവായ വ്യാസദേവനിൽ നിന്ന് ആവോളം നുണഞ്ഞു. ശേഷം അദ്ദേഹം ആ മാമ്പഴത്തെ പിഴിഞ്ഞ് പരീക്ഷത്തിന് നൽകുന്നതിലൂടെ നമുക്കും ഇതാ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനവ സമൂഹത്തോട് ഈ ഭാഗവതമാകുന്ന പഴത്തെ നിങ്ങൾ ആവോളം ആസ്വദിച്ചു സേവിക്കുവിൻ എന്ന് വ്യാസദേവൻ തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഭാഗവതം നല്ലവണ്ണം ആസ്വദിച്ച് കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നു. എങ്ങനെയെന്നാൽ ഭാഗവതം ശരിയാവണ്ണം കേൾക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സിൽ ഒരു ആർദ്രതയും ഒരു ശാന്തിയും അനുഭവപ്പെടുന്നുണ്ട്. ഈ അനുഭവത്തെയാണ് നമ്മൾ ഭഗവാൻ എന്നും ഈശ്വരൻ എന്നും പല പല നാമങ്ങളിലായി വിളിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവത പുരാണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കലിയുഗാരംഭത്തിൽ കലിയുടെ പ്രഭാവം കുറച്ച് സാമാന്യ ജനങ്ങളുടെ ക്ഷേമത്തിനായി ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ശ്രേഷ്ഠരായ മുനിമാർ നൈമിഷാരണ്യ വനത്തിലെ ഒരു പുണ്യസ്ഥലത്ത് 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞം നിർവഹിക്കാൻ സമ്മേളിച്ചു. ഒരു ദിവസം ഈ മഹർഷിമാർ യാഗാഗ്നി ജ്വലിപ്പിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ നേരം അവിടേക്ക് ശ്രീ സൂതമുനി വന്നു ചേർന്നു. അദ്ദേഹത്തെ അത്യാദരവോടെ സ്വീകരിച്ച് ബഹുമാന്യമായ ഇരിപ്പിടം നൽകിക്കൊണ്ട് ശൗനകാദി മഹർഷിമാർ അദ്ദേഹത്തോട് വിനയപൂർവം ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കാനുള്ള ഉത്തമമായ മാർഗം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. നമുക്കൊരുപാട് വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ അവയെല്ലാം പഠിച്ചെടുക്കാനുള്ള സമയവും ക്ഷമയും ആയുസ്സും ആരോഗ്യവും ഒന്നും തന്നെ ഇന്നത്തെ മനുഷ്യർക്കില്ല. അതിനാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സത്തയെ പിഴിഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം ലളിതമായി പറഞ്ഞു തന്നാലും. അങ്ങേക്കതിന് സാധിക്കും. വ്യാസശിഷ്യനായ അങ്ങ് എല്ലാ ആത്മജ്ഞാനവും നേടിയിരിക്കുന്നു. ആയതിനാൽ തീർച്ചയായും അങ്ങ് അതിന് അർഹനാണ്. അതുമാത്രമല്ല, കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം നേടുവാനായി വസുദേവപുത്രനായി ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാഹാത്മ്യങ്ങൾ ശ്രവിക്കാൻ താൽപ്പര്യം കാട്ടാത്ത ആരാണിവിടെയുള്ളത്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഞങ്ങൾക്കും മറ്റെല്ലാ മനുഷ്യർക്കും ആത്മനിർവൃതി കൈവരട്ടെ. അതിനുവേണ്ടിയാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത് മനുഷ്യനായി ഇവിടെ ജനിച്ച് കളിയാടുകയും അമാനുഷികമായ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തത്. ആയതിനാൽ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അങ്ങേക്ക് കരുണയുണ്ടാകണേ. ഒപ്പം ധർമ്മസംരക്ഷകനായ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്ത ശേഷം ശക്തി ക്ഷയിച്ചുപോയ ധർമ്മതത്വങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണ്? ദയവായി ഞങ്ങൾക്കത് പറഞ്ഞു തന്നാലും. ഇങ്ങനെ നൈമിഷാരണ്യത്തിലെ മുനിമാർ സൂതമുനിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒന്നൊന്നായി ഉത്തരമേകാൻ ആരംഭിച്ചു. ആദ്യം തന്നെ അദ്ദേഹം സ്വന്തം ഗുരുവായ ഋഷിശ്രേഷ്ഠനായ ശ്രീ ശുകബ്രഹ്മർഷിയെ സാദരം പ്രണമിച്ചു. എന്തെന്നാൽ ഉന്നത കുലത്തിൽ ജനിച്ചിട്ടും ഉപനയന കർമ്മങ്ങൾക്കോ മതപരമായ ചടങ്ങുകൾക്കോ നിൽക്കാതെ എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ജന്മനാ മുക്തനായ ശ്രീ ശുകബ്രഹ്മർഷി. അദ്ദേഹത്തിൻ്റെ പിതാവായ വ്യാസദേവൻ പോലും പുത്രദുഃഖത്താൽ
മകനെ നോക്കി അല്ലയോ എൻ്റെ പ്രിയപുത്ര എന്ന് വിളിച്ചപ്പോൾ വൃക്ഷങ്ങളായിരുന്നു ആ വിളി കേട്ടത്. അത്രയ്ക്കും എന്നിലും സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്ന ഏകഭാവമായിരുന്നു ശ്രീ ശുകബ്രഹ്മർഷിയുടേത്. വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, സകല ചരാചരങ്ങളായിരിക്കുന്നതും ഞാൻ തന്നെ എന്ന തത്വത്തെ സ്വന്തം മകനിലൂടെ ഇങ്ങനെ വ്യാസദേവൻ മനസ്സിലാക്കി. സ്വപുത്രൻ്റെ പ്രഭാവത്തെയും തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള ശ്രീ ശുകബ്രഹ്മർഷിയെയാണ് സൂതമുനി ആദ്യം നമസ്കരിച്ചത്. പിന്നെ വ്യാസദേവനെയും നരനാരായണന്മാരെയും സരസ്വതീദേവിയെയും നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഭാഗവതം പറയാൻ ആരംഭിച്ചു. ആദ്യം അദ്ദേഹം ഭഗവത് തത്വങ്ങളെയാണ് ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞുകൊടുത്തത്. ധർമ്മ സംരക്ഷകനായ ഭഗവാന്റെ കഥകൾ ശ്രവിക്കുമ്പോൾ ശ്രവിക്കുന്നവൻ്റെ മനസ്സ് ബാഹ്യമായ കഥകളുടെ പിന്നാലെ പോകരുത്. ആ കഥകളിലെ ആന്തരിക തത്വത്തെ അറിയണം. ശ്രവിക്കുന്നവൻ്റെ മനസ്സിൽ അങ്ങനെ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവണം. അവൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവത് അർപ്പണമായി ചെയ്യണം. അതോടെ അവൻ്റെ മനസ്സ് ശുദ്ധമാകുന്നു. ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം തെളിയുന്നു. അതിനായി ഭഗവത് തത്വം ആദ്യം സൂതമുനി പറഞ്ഞുകൊടുത്തു. പിന്നെ അനേകം ഭഗവത് അവതാരങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞു. പ്രധാനമായും 24 അവതാരങ്ങളെ എടുത്തു പറഞ്ഞിട്ട് സൂതമുനി പറഞ്ഞു, ഭഗവാന്റെ അവതാരങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല എന്ന്. ഭഗവത്ഗീതയിൽ തന്നെ വിഭൂതി യോഗത്തിൽ എണ്ണമറ്റ ഭഗവത് അവതാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീ ശൗനകമുനി ചോദിച്ചു, അല്ലയോ സൂതമുനി, അങ്ങയാൽ അത്യധികം വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത പുണ്യകഥകളെക്കുറിച്ച് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഏത് യുഗത്തിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് പ്രഥമമായി ഭാഗവതം ആരംഭം കൊണ്ടത്? ശ്രീ വ്യാസദേവന് ഭാഗവതം രചിക്കാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത്? അതുമാത്രമല്ല, ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാത്ത ശ്രീ ശുകബ്രഹ്മർഷിയെ എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് കണ്ടുമുട്ടിയത്? അദ്ദേഹത്തിൽ നിന്നും ഭാഗവത ആലാപനം സാധ്യമാക്കി തീർത്തത് എപ്രകാരമാണ്? പിന്നെ ഉത്തമ ഭക്തനായ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. എന്തുകൊണ്ടാണ് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ പ്രബലനായ ചക്രവർത്തിയായിരുന്ന പരീക്ഷിത്ത് സർവ്വതും ഉപേക്ഷിച്ച് മരണം വരെ ഉപവാസമനുഷ്ഠിക്കാൻ ഗംഗാനദീ തീരത്ത് എത്തിച്ചേർന്നത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ശൗനക മഹർഷി ചോദിച്ചു. അങ്ങനെയാണ് സൂതമുനി കഥ പറയാൻ ആരംഭിച്ചത്. പരാശര മഹർഷിക്ക് വസുപുത്രിയായ സത്യവതിയിൽ ജനിച്ച പുത്രനാണ് ഉത്തമയോഗിയായ വ്യാസദേവൻ. ഒരിക്കൽ സൂര്യോദയ വേളയിൽ അദ്ദേഹം ഹിമാലയ സാനുക്കളിലെ ബദരികാശ്രമത്തിനടുത്തുള്ള സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായിരുന്നു. ഈ സമയം കലിയുഗത്തിൽ കലിയുടെ സ്വാധീനത്താൽ സത്വഗുണത്തിന് മങ്ങലേൽക്കുമെന്നും അങ്ങനെ സാധാരണ ജനങ്ങൾ അക്ഷമരായും ദുരിതമനുഭവിക്കുന്നവരായും ഭവിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. അവരുടെ ക്ഷേമത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾ സാധാരണ മനുഷ്യരുടെ മനസ്സിനെയും കർമ്മങ്ങളെയും ശുദ്ധീകരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആകയാൽ മനുഷ്യർക്കിടയിൽ വേദപ്രചരണത്തിനായി ഏകവേദത്തെ 4 അദ്ദേഹം വിഭജിച്ചു. കൂടാതെ മഹാഭാരതവും പുരാണങ്ങളും എഴുതി. പല വിധത്തിലും ഇവയെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ അതിലേക്കൊന്നും ആകൃഷ്ടരായില്ല. ആയതിനാൽ വ്യാസദേവന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി. ഇത്രയൊക്കെ ചെയ്തെങ്കിലും ഒരു അപൂർണത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എവിടെയാണ് തനിക്ക് കുറവ് പറ്റിയത് എന്ന് ചിന്തിച്ച് അദ്ദേഹം വീണ്ടും ധ്യാനനിരതനായി ഇരിക്കുകയായിരുന്നു. ഈ സമയം സരസ്വതീ നദീതീരത്തുള്ള വ്യാസദേവന്റെ ആശ്രമത്തിലേക്ക് പ്രകൃതി നിശ്ചയമെന്നോണം ശ്രീ നാരദ മഹർഷി ആഗതനായി. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ശ്രീ വ്യാസദേവൻ ആദരപൂർവം എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷെ വ്യാസദേവന്റെ മുഖത്ത് എന്തോ വിഷമമുള്ളതുപോലെ നാരദ മഹർഷിക്ക് തോന്നി. വ്യാസദേവനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരദ മഹർഷി ചോദിച്ചു, ആത്മീയവും ഭൗതികവുമായ സാക്ഷാത്കാരത്തെ അറിഞ്ഞ അങ്ങ് സംതൃപ്തനല്ലേ? അങ്ങ് വേദങ്ങളും പുരാണങ്ങളും മഹാഭാരതവും രചിച്ചു.
ഇവയൊക്കെ നിർവഹിച്ചു കഴിഞ്ഞിട്ടും അങ്ങ് വിഷാദനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ വ്യാസദേവൻ മറുപടി പറഞ്ഞു, നാരദ മഹർഷി, അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിന് ശാന്തി ലഭിക്കുന്നില്ല. അങ്ങേക്ക് അനന്തമായ ജ്ഞാനമുണ്ട്. ആകയാൽ അങ്ങ് തന്നെ എൻ്റെ അസംതൃപ്തിക്ക് കാരണമെന്തെന്ന് പറഞ്ഞു തരണം. എൻ്റെ കുറവ് എന്താണെന്ന് കണ്ടെത്തി എനിക്ക് പറഞ്ഞു തന്നാലും. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞുകൊടുത്തു, വ്യാസദേവ, അങ്ങ് പറയേണ്ടതിനെ ഇപ്പോഴും പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. അങ്ങ് ധർമ്മത്തെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും യാഗയജ്ഞാദി കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പരിശുദ്ധമാക്കാൻ കഴിവുള്ള ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് ഇതുവരെ വർണ്ണിച്ചില്ല. ധാർമ്മികമായി ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്തു. എന്നാൽ ധർമ്മവും അധർമ്മവും എന്താണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാം. പക്ഷെ അത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്കത് പറ്റാത്തത്. എന്നാൽ മനസ്സിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഭക്തിയാണ്. ആയതിനാൽ ആളുകളുടെ ഉള്ളിൽ ഭക്തിയെ വളർത്തുന്നതിനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ജന്മത്തെക്കുറിച്ചും ലീലകളെക്കുറിച്ചും അങ്ങ് വിശദീകരിച്ചു വർണ്ണിച്ചാലും സാധുക്കളായ സജ്ജനങ്ങൾ അതെടുത്തു വായിക്കും, അവർ ആസ്വദിക്കും, അവരുടെ ഉള്ളിൽ ഭഗവത് അനുഭവമുണ്ടാകും. ആയതിനാൽ അങ്ങ് സമാധിയിലിരുന്ന് ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ ധ്യാനിക്കൂ, എല്ലാം അങ്ങയുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. ഇത്രയും പറഞ്ഞ ശേഷം താൻ ഭക്തിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണമായ തൻ്റെ പൂർവജന്മ കഥയെ ശ്രീ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. ആ നാരദ കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം. പ്രണാമം.